ബിജെപി സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ ആരംഭിച്ചു. ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി രാധാമോഹൻദാസ് അഗർവാൾ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളും ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരായുള്ള സമര പരിപാടികളും യോഗത്തിൽ ചർച്ചയായി. ജനുവരി 3-ാം തീയതി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണ് തൃശൂരിൽ ബിജെപി സംസ്ഥാന നേതൃയോഗം നടക്കുന്നത്. ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി രാധാമോഹൻ അഗർവാൾ യോഗം ഉദ്ഘാടനം ചെയ്തു. दो महान व्यक्तित्व, एक को तो मैं बहुत पहले समय से जानता हूँ, पिछले 10-15 सालों से मेरा परिचय है. किसी जमाने में सुरेश गोपी जी के साथ बहुत एक्टिव हुआ करते थे. हालांकि उस समय इनका वजन थोड़ा कम था, आज मोटे हो गए हैं. യോഗത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷനായി. മോദിയല്ലാതെ മറ്റൊരു മന്ത്രവും വികസനത്തിലില്ലെന്നും ശബരിമലയിൽ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് ക്രൂരതയാണെന്നും ഉദ്ഘാടന സഭയിൽ അദ്ദേഹം പറഞ്ഞു. മത്സരിക്കാൻ ഇറങ്ങുന്ന സിറ്റിംഗ് UDF എംപിമാർ പോലും പറയുന്നത് 2024-ൽ വലിയ ഭൂരിപക്ഷത്തോടെ ശ്രീ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും. കോൺഗ്രസിന്റെ വ്യാജ ഉറപ്പുകളല്ല, നടപ്പാക്കാൻ കഴിയുന്ന മോദി ഗ്യാരണ്ടിയിലാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിശ്വാസം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഊട്ടി ഉറപ്പിക്കപ്പെട്ടിരിക്കും. അതേസമയം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടെങ്കിൽ അത് കാണിക്കണമെന്നും വിശ്വാസത്തെ മാനിക്കാത്ത കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. എന്തിനാണ് ഈ ഇല്ല ഉണ്ട് എന്നുള്ള ഒരു നിലപാടിൽ കോൺഗ്രസ് എടുക്കുന്നത്? കോൺഗ്രസിന് ആർജവമുണ്ടോ, നട്ടലുണ്ടോ? അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ ഞങ്ങൾ പങ്കെടുക്കും എന്ന് ഔപചാരികമായി പ്രഖ്യാപിക്കാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടോ? യോഗത്തിൽ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷനായ ശേഷം യോഗത്തിനെത്തിയ മേജർ രവിയെയും കണ്ണൂർ മുൻ DCC പ്രസിഡന്റായിരുന്ന C രഘുനാഥിനെയും ആദരിച്ചു. തൃശൂർ പേൾ റീജൻസിയിൽ നടക്കുന്ന യോഗത്തിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, ബിജെപി ദേശീയ ഉപാധ്യക്ഷനായ AP അബ്ദുള്ളക്കുട്ടി, CK പത്മനാഭൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കുന്നു. 3-ാം തീയതി ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുക. 2 ലക്ഷം സ്ത്രീകൾ അണിനിരക്കുന്ന മഹിളാ സമ്മേളനത്തിലും റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. ജനം, തൃശൂർ.